Hello friends, welcome back to our channel. Today we are going to build a powerful tool that can summarize product reviews and analyze their sentiment. So let's dive into this exciting project, analyzing product reviews with Python and artificial intelligence. സോ കസ്റ്റമറിൽ നിന്ന് ലഭിക്കുന്ന റിവ്യൂകൾ എങ്ങനെയാണ് ബിസിനസ്സുകൾ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ലഭിക്കുന്ന കസ്റ്റമർ റിവ്യൂസ് പ്രൊഡക്റ്റ് വൈസ് സമ്മറി ചെയ്യാൻ സാധിച്ചാലോ? ഇത്തരം സമ്മറിയുടെ സെന്റിമെന്റ് അനലൈസ് ചെയ്യുകയും അങ്ങനെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഓവറോൾ ഫീഡ്ബാക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ലഭിക്കുന്ന വിധത്തിലാണ് നമ്മൾ ഇന്നിവിടെ കോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് രണ്ട് ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഒരു സമ്മറി ജനറേറ്ററും രണ്ടാമത്തത് ഒരു സെന്റിമെന്റ് അനലൈസറും. അപ്പൊ നമുക്ക് കോഡിലേക്ക് കടക്കാം. ഇതിൽ വന്നിട്ട് നമ്മൾ രണ്ട് ലൈബ്രറീസ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, സെന്റൻസ് സ്പേസും ട്രാൻസ്ഫോമറും. അടുത്തത് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസും ഫങ്ഷൻസ് ആണ് എടുക്കുന്നത്. പാൻഡാസ്, പിന്നെ ട്രാൻസ്ഫോമറിൽ നിന്ന് T5 ടോക്കണൈസർ, T5 ഫോർ കണ്ടീഷണൽ ജനറേഷൻ, ദെൻ പൈപ്പ്ലൈൻ. ഇത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ ഡാറ്റ വെച്ചിട്ട്. ദെൻ ഇതിൽ ഹെഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റിന്റെ പേരുണ്ട്, റിവ്യൂവറിന്റെ പേര്, റിവ്യൂവിന്റെ ടൈറ്റിൽ, ദെൻ റിവ്യൂവിന്റെ ടെക്സ്റ്റ്, റേറ്റിംഗ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് കിട്ടിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ, ആൻഡ് അതിന്റെ പേര് സമ്മറൈസ് വിത്ത് T5 എന്നാണ്. അതിലൊരു പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മളൊരു മോഡലും പിന്നെ ഒരു ടോക്കണൈസറും ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ T5 സ്മോൾ ആണ്. അതുപോലെ ടോക്കണൈസർ T5 സ്മോളിന്റെ തന്നെ ടോക്കണൈസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഇൻപുട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ടെക്സ്റ്റിനെ എൻകോഡ് ചെയ്യുന്ന രീതിയിലാണ് നെക്സ്റ്റ് കോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ എൻകോഡ് ചെയ്ത് കിട്ടുന്ന ഈ ഇൻപുട്സിനെ നമ്മൾ ജനറേറ്റ് എന്ന് പറഞ്ഞ മോഡലിലെ ഫംഗ്ഷനിലേക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് സമ്മറി ഐഡീസ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ഈ സമ്മറി ഐഡീസ് നമ്പേഴ്സ് ആയിരിക്കും. സോ ഇത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഡിക്കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോക്കണൈസറിൽ ഡിക്കോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഡിക്കോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സമ്മറൈസ് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് നമുക്കത് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റത്തെ ഫംഗ്ഷൻ വന്നിട്ട് വരുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷന്റെ പേര് മെയിൻ എന്നാണ്. അതിൽ പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. ഇതിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സെന്റിമെന്റ് അനാലിസിസിന് വേണ്ടിയിട്ടുള്ള മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ ഡിസ്റ്റിൽബർട്ട് ബേസ് അൺക്യൂസ്ഡ് ഫൈൻ ട്യൂൺഡ് SST2 ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് പൈപ്പ് ലൈൻ ഉപയോഗിച്ചിട്ട് സെന്റിമെന്റ് അനലൈസർ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അത് സെന്റിമെന്റ് അനാലിസിസ് ഫസ്റ്റ് പാരാമീറ്ററും പിന്നെ മോഡൽ നെയിമും കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. വൈൽ ലൂപ്പിൽ ഫസ്റ്റ് വന്നിട്ട് യൂസറിന്റെ കയ്യിൽ ഒരു ഇൻപുട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പം ഇതിൽ പ്രൊഡക്റ്റ് നെയിം ആണ് യൂസർ കൊടുക്കേണ്ടത്. അപ്പം യൂസറിന് ആ ഒരു ലൂപ്പ് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സിറ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പം ആ വൈൽ ലൂപ്പ് നമുക്ക് ബ്രേക്ക് ആവും. ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ പ്രൊഡക്റ്റ് നെയിം ആണ് കൊടുക്കുന്നതെങ്കിൽ പ്രൊഡക്റ്റ് നെയിമിലെ എല്ലാ റിവ്യൂസും അത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ലെങ്ത്തും മറ്റു കാര്യങ്ങളും എടുത്തതിന് ശേഷം അതിന് ജോയിൻ ചെയ്ത് ഒരു ഓൾ റിവ്യൂസ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ആ ഓൾ റിവ്യൂസ് നമ്മുടെ സമ്മറൈസിങ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, സമ്മറൈസ് വിത്ത് T5 എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സമ്മറൈസ്ഡ് റിവ്യൂ ക്രിയേറ്റ് ചെയ്യും. ദെൻ ആ സമ്മറൈസ്ഡ് റിവ്യൂ എടുത്തിട്ട് നമ്മുടെ സെന്റിമെന്റ് അനലൈസറിലേക്ക് കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് സെന്റിമെന്റ് അനലൈസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ആൻസർ നമുക്കത് റിട്ടേൺ ചെയ്യും. അപ്പം ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ വന്നിട്ട് എടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ആ ഒരു ഡാറ്റ ഫ്രെയിമിൽ നിന്ന് എല്ലാ പ്രൊഡക്റ്റിന്റെയും പേരുകൾ എടുക്കുകയാണ്. ഇനി അടുത്തത് നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പം അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ പ്ലീസ് എൻ്റർ ദ പ്രൊഡക്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് യൂസറിനോട് ഇൻപുട്ട് കൊടുക്കാൻ പറയും. അപ്പം നമുക്ക് ഇതിലൊരു പ്രൊഡക്റ്റ് നെയിം എടുത്തു കൊടുക്കാം. അപ്പം ഇതിൽ പ്രൊഡക്റ്റ് നെയിം കൊടുക്കുന്ന സമയത്തേക്ക് ഇതിൽ നമുക്ക് ടോട്ടൽ റിവ്യൂസ് വന്നിട്ട് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലൊരു സമ്മറൈസ്ഡ് റിവ്യൂ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഓവറോൾ സെന്റിമെന്റ് പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ കോൺഫിഡൻസ് വന്നിട്ട് 0.99 എന്നാണ് തന്നിട്ടുള്ളത്. ദെൻ നമുക്കിനി വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റും കൂടി ഇതിലൊന്ന് കൊടുത്തു നോക്കാം. അപ്പം നമ്മൾ കൊടുത്ത സെക്കൻഡ് പ്രൊഡക്റ്റിന്റെ ഓവറോൾ റിവ്യൂ വന്നിട്ട് 10 ആണ് തന്നിട്ടുള്ളത്. അതിലൊരു സമ്മറൈസ്ഡ് റിവ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന്റെ ഓവറോൾ സെന്റിമെന്റ് നെഗറ്റീവ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ അത് നമുക്ക് ഈ ഒരു ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ ലൂപ്പ് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ കോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ സമ്മറീസ് എടുത്ത് അതിന് ജോയിൻ ചെയ്ത് അതിന്റെ സമ്മറി കണ്ടുപിടിച്ച് ദെൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സെന്റിമെന്റ് അനാലിസിസ് ആണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേ സെയിം ഫംഗ്ഷൻ തന്നെ മോഡൽ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് സമ്മറി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് T5 സ്മോൾ എന്ന് പറഞ്ഞ മോഡലാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ വേറൊരു മോഡൽ T5നെ ബേസ് ചെയ്തിട്ട് തന്നെ ഫൈൻ ട്യൂൺ ചെയ്തെടുത്തിരിക്കുന്ന ജിനിബർ ടെക്സ്റ്റ്
ടെക്സ്റ്റ് സമ്മറൈസേഷൻ T5/Sum എന്ന് പറഞ്ഞിട്ടുള്ള XM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന്റെ തന്നെ ടോക്കനൈസറും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആ ഒരു മോഡൽ എടുത്തിട്ടാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ, നമ്മുടെ ആദ്യത്തെ സമ്മറി ജനറേറ്ററിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സമ്മറി ജനറേറ്റർ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വന്നിട്ട് സമ്മറൈസ് വിത്ത് XM T5 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ഇൻപുട്സ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കൊടുക്കുന്ന ടെക്സ്റ്റിനെ ടോക്കനൈസർ ഉപയോഗിച്ച് എൻകോഡ് ചെയ്തിട്ട് മോഡലിലെ ജനറേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് സമ്മറി ഐഡീസ് ക്രിയേറ്റ് ചെയ്തിട്ട് സമ്മറി ഐഡീസ് നമ്മൾ ടോക്കനൈസറിൽ ഫംഗ്ഷനിലേക്ക് കൊടുത്തിട്ട് സമ്മറി ടെക്സ്റ്റ് അത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മളെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സെന്റിമെന്റ് അനലൈസർ മോഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡിസ്റ്റിൽബർട്ട് ബേസ് അൺകേസ് ഫ്രം ടു നെസസിറ്റി ടു ഇംഗ്ലീഷ്. ദെൻ നെക്സ്റ്റ് നമ്മുടെ സെയിം ലൂപ്പ് നമ്മൾ ആരംഭിക്കും. ദെൻ സെയിം ഫംഗ്ഷൻ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു സമ്മറി ജനറേറ്റർ മോഡൽ മാത്രമാണ് നമ്മൾ മാറ്റി കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം സെയിം കോഡാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോഡലിന്റെ പ്രൊഡക്റ്റിന്റെ പേര് കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പ്രൊഡക്റ്റ് നെയിം കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ കൊടുത്ത പ്രൊഡക്റ്റ് നെയിം കൊടുത്തപ്പം ടോട്ടൽ റിവ്യൂസ് 10 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിൽ സമ്മറൈസ്ഡ് റിവ്യൂസ് തന്നിട്ടുണ്ട്. ദെൻ ഓവറോൾ സെന്റിമെന്റ് പോസിറ്റീവ് ആണ് തന്നിട്ടുള്ളത്. കോൺഫിഡൻസ് 0.98 ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഈ ലൂപ്പ് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ലൂപ്പ് എക്സിറ്റ് ആയി. അപ്പം നമുക്കിങ്ങനെ വേറെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ വേറെ മോഡൽസ്, ഇപ്പം സെന്റിമെന്റ് അനലൈസറിനായാലും വേറെ മോഡൽസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഡ് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. So thank you for joining on us in this tutorial. We hope you found this informative and valuable. Don't forget to like, share and subscribe for more tutorial on Python and artificial intelligence.